ഓണത്തെ വരവേൽക്കാൻ സൂര്യകാന്തി പാടം ഒരുങ്ങിക്കഴിഞ്ഞു. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുണ്ടൽപേട്ടയിലെ അതിമനോഹരമായ ഒരു സൂര്യകാന്തി പാടത്താണ്. മഴ യാത്ര ഗുണ്ടൽപേട്ട ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. ഏത് തവണ വന്നാലും നമുക്ക് ഒരു പ്രത്യേക അനുഭൂതി തരുന്നൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഗുണ്ടൽപേട്ട. അപ്പോൾ ഇന്നത്തെ യാത്ര ഗുണ്ടൽപേട്ടയിലാണ്. നമ്മുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഒരു വൺ ഡേ ട്രിപ്പ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വന്നു പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ് ഈ ഗുണ്ടൽപേട്ട എന്ന് പറയുന്നത്. രാവിലെ 5 മണിക്ക് കൊയിലാണ്ടിയിൽ നിന്ന് തുടങ്ങിയ യാത്ര നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ ചെന്നെത്തുന്നത് താമരശ്ശേരി ചുരത്തിൻ്റെ 9ാം വളവിലാണ്. അവിടുന്ന് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പിന്നത്തെ യാത്ര മുത്തങ്ങ ഫോറസ്റ്റിലൂടെയാണ്. ആനയെയും മാനിനെയും മയിലിനെയും ഒക്കെ കണ്ട് നമ്മൾ നേരെ എത്തുന്നത് കർണാടക സ്റ്റേറ്റിലെ ചാമരാജ് നഗർ എന്ന ജില്ലയിലെ ഒരു മനോഹരമായ ഗ്രാമത്തിലാണ്. പരമ്പരാഗത കൃഷി രീതികളും ഗ്രാമീണ കാഴ്ചകളും എന്നും നമ്മുടെ മനസ്സിനെ ആനന്ദകരവും ആസ്വാദകരവുമാക്കുന്ന ഒന്ന് തന്നെയാണ്. മലയാളികൾ അധികം ആരും എത്തിപ്പെടാത്ത എന്നാൽ കർണാടകയിലെ ചരിത്ര പ്രസിദ്ധവുമായ ഹിമമത് ഗോപാൽ സ്വാമി പേട്ട ടെമ്പിൾ റൂട്ടിലാണ് ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുവഴി നമ്മൾ നേരെ ചെന്നെത്തുന്നത് കണ്ണെത്താ ദൂരത്ത് വിശാലമായി കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങളിലേക്കാണ്. ലിയമോൾക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. പൂക്കളെയും പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്പോട്ടും കൂടിയാണ് നമ്മുടെ ഗുണ്ടൽപേട്ട. ഇതുപോലുള്ള ഒരുപാട് യാത്രാവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. മാറ്റിനി ട്രാവലോഗ് എന്ന പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്